സിനിമയുടെ പേര് മുള്ളംകൊല്ലി എന്നാണ്. അപ്പോൾ എപ്പോഴും പ്രേക്ഷകനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു 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 സൈക്കോളജിക്കൽ സംഭവമുണ്ട്. ഒരു പ്രേക്ഷകനോട് നമ്മൾ സിനിമയുടെ ഫസ്റ്റ് പറയുന്ന ഒരു സീനിനകത്തോ അല്ലെങ്കിൽ ലൊക്കേഷനിലോ എന്തെങ്കിലും എലമെന്റ്സിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ബ്രെയിനിലോട്ട് സാധനം കയറും. അപ്പോൾ മുള്ളംകൊല്ലി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ മുള്ള് എന്നുള്ള സാധനം എപ്പോഴും കയറും. മുള്ളംകൊല്ലി എന്ന് പേരിട്ട് നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്, പക്ഷെ മുള്ളുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ പിള്ളേരോട് പറഞ്ഞു, അസിസ്റ്റൻസ് നമുക്ക് എപ്പോഴും മുള്ളുവേലികൾ നമുക്ക് എല്ലാ സീനിലും കാണിക്കാം, അതുകൊണ്ട് മുള്ളുവേലി കളക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാലക്കാട് നിന്ന് മുള്ളുകൾ വാങ്ങിച്ചിട്ട് വേലി ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ സെറ്റ് വെണ്ടർ പുറത്ത് കയറ്റിയിട്ട് ഇത് കൊണ്ടു നടക്കും. അപ്പൊ ഒരു സീൻ എടുക്കുന്ന സമയത്ത് ഈ മുള്ളുവേലി സെറ്റ് ചെയ്യും. ഇതിൽ ഈ പറഞ്ഞ കുന്നിൻ ചെരുവ്, ചായക്കട അതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയി നരനിലോട്ടാ. നരൻ ഭയങ്കര ഒരു ഐക്കോണിക് വർക്കാണല്ലോ. അതായത് നിങ്ങൾ അതിലൊരു നാടാണല്ലോ സെറ്റ് ചെയ്യുന്നത്. അതൊരു കുഞ്ഞു സ്പേസ് അല്ല, ഈ മുള്ളംകൊല്ലിയെ ക്രിയേറ്റ് ചെയ്തെടുക്കാണ്. പുഴ, കവല, അമ്പലം, വേലായുധന്റെ ഏരിയ, കേളപ്പേട്ടന്റെ വീട്, ഈ ഒരു നാട് സെറ്റിംഗ്. അപ്പൊ അതിലൊരു ഫസ്റ്റ് ബ്രീഫ് എന്തായിരിക്കും? അതായത് ഇപ്പൊ ആ സിനിമ കണ്ടപ്പോൾ ആ സിനിമയുടെ കഥയിലോട്ട് ചെല്ലുമ്പോൾ രഞ്ജൻ പ്രമോദായിരുന്നു എഴുതുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എടാ ഇത് ഒരു കേരളത്തിലുള്ള ഒരു നാട്, ആദ്യം ആരും കാണാത്തൊരു നാടായിരിക്കണം, പുഴ കടന്നു ചെല്ലുന്ന നാടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു പുള്ളിക്ക് വയനാടാണ്. വയനാടായതുകൊണ്ട് മുള്ളംകൊല്ലി എന്ന സ്ഥലം പുള്ളി കണ്ടിട്ടുണ്ടാവാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഫ്രഷാണ്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് പുള്ളി തരുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വരുന്നത്. അപ്പോഴും പുള്ളി തന്നെ പറഞ്ഞല്ലോ, എടാ അക്കരയിൽ നിന്ന് പോയി എന്ന് വിളിച്ചാൽ ഇക്കര കേൾക്കണം, കടത്തുകടവ്, അങ്ങനത്തെ കടത്തുകടവാണ് പുള്ളിയുടെ മനസ്സിലുള്ളത്, അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ക്യാമറനെ കുറേ തപ്പി നടന്നു. പക്ഷെ അപ്പോൾ അന്ന് കേരളത്തിൽ തപ്പിയെടുത്തപ്പോൾ വെച്ചാൽ കേരളത്തിലെ കടവുകൾക്ക് ആഴം കൂടുതലാണ്, തീരം കുറവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ കൂടുതൽ സീക്വൻസ് നടക്കുന്നതും ഈ തീരത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഇത് കിട്ടാതായി. മാത്രമല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസമാണ്. അപ്പോൾ മഴ പ്രശ്നം. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ ആ സമയത്ത് ഞങ്ങൾ കുറേ സിനിമകൾ പൊള്ളാച്ചി ചെയ്തിട്ടുണ്ട്. പൊള്ളാച്ചിയിൽ നമുക്ക് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് പൊള്ളാച്ചി ആദ്യം പോയി. പക്ഷെ പുഴകളൊന്നും വന്ന് അവിടെ വെള്ളം ഒഴുകി പോകുന്നില്ല, ഡ്രൈ ആണ്. അങ്ങനെയാണ് കാച്ച്മെന്റ് ഏരിയ പിടിക്കാന്നുള്ളൊരു ഐഡിയ വരുന്നത്. അങ്ങനെ ആളിയാർ എന്ന് പറഞ്ഞ കാച്ച്മെന്റ് ഏരിയയിലാണ് നമ്മൾ പുഴത്തിരം കാണിക്കുന്നത്. അക്കരയും ഇക്കരയൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും സിനിമയുടെ പേര് മുള്ളംകൊല്ലി എന്നാണ്. അപ്പോൾ എപ്പോഴും പ്രേക്ഷകനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരു 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 സൈക്കോളജിക്കൽ സംഭവമുണ്ട്. ഒരു പ്രേക്ഷകനോട് നമ്മൾ സിനിമയുടെ ഫസ്റ്റ് പറയുന്ന ഒരു സീനിനകത്തോ അല്ലെങ്കിൽ ലൊക്കേഷനിലോ എന്തെങ്കിലും എലമെന്റ്സിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ബ്രെയിനിലോട്ട് സാധനം കയറും. അപ്പോൾ മുള്ളംകൊല്ലി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ മുള്ള് എന്നുള്ള സാധനം എപ്പോഴും കയറും. മുള്ളംകൊല്ലി എന്ന് പേരിട്ട് നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്, പക്ഷെ മുള്ളുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ പിള്ളേരോട് പറഞ്ഞു, അസിസ്റ്റൻസ് നമുക്ക് എപ്പോഴും മുള്ളുവേലികൾ നമുക്ക് എല്ലാ സീനിലും കാണിക്കാം, അതുകൊണ്ട് മുള്ളുവേലി കളക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാലക്കാട് നിന്ന് മുള്ളുകൾ വാങ്ങിച്ചിട്ട് വേലി ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ സെറ്റ് വെണ്ടർ പുറത്ത് കയറ്റിയിട്ട് ഇത് കൊണ്ടു നടക്കും. അപ്പോൾ ഒരു സീൻ എടുക്കുന്ന സമയത്ത് ഈ മുള്ളുവേലി സെറ്റ് ചെയ്യും. അപ്പോൾ ഓരോ സീനിനകത്തും ഓരോ വീടിന്റെ ഫ്രണ്ടിലും അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴികളിലും എല്ലാം ഈ മുള്ളുവേലികളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് പറയണമെന്നില്ല, പക്ഷേ പ്രേക്ഷകന്റെ മനസ്സിലോട്ട് ഈ ഫ്രെയിമിൽ എപ്പോഴും മുള്ളുവേലി കിടപ്പുണ്ടാവും. അത് പറയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ ബ്രെയിനിലോട്ട് കയറും. അപ്പോൾ മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ പേര് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ആവും. അങ്ങനെയാണ് ആ സിനിമയിൽ ഒരു മുള്ളംകൊല്ലിയിലോട്ട് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ അതിന്റെ ലൊക്കേഷൻ അമ്പലം നമ്മൾ സെറ്റ് ഇട്ടായിരുന്നു, അതിന്റെ കവല നമ്മൾ സെറ്റ് ഇട്ടാണ്, അങ്കലക്കുരി കവല സെറ്റ് ഇട്ടത്. പിന്നെ ഈ പറഞ്ഞ കടവുകളും അങ്ങനെ ഒരു നമ്മളുടെ ദേവേനയുടെ വീട് കാണിക്കുന്നത് അതിന്റെ ഫ്രണ്ട് ഏരിയ സെറ്റായിരുന്നു, കിണർ സെറ്റായിരുന്നു. അതിന്റെ കിണറിനകത്ത് വീഴുന്നത് അന്ന് CG ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. അതിന്റെ കിണറ്റിൽ വെള്ളം കാണിക്കാതെ CG ആയിട്ടൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു മുള്ളംകൊല്ലി, ഞാൻ കാണാത്തൊരു മുള്ളംകൊല്ലി എനിക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചായിരുന്നു. അതിൽ തന്നെ ഭയങ്കര രസമുള്ള തോന്നിയിട്ടുള്ളത്, ഈ ആ രാത്രി വേലായുധന അടിക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ ഈ റിഫ്ലക്ടർ ഒട്ടിച്ച് എനിക്കൊണ്ട് ജോർജ് സാറിന്റെ ഐഡിയ ആയിരുന്നു അങ്ങനെ സാധനം ചെയ്യാന്നുള്ളത്. അതായത് റിഫ്ലക്ടർ ഒട്ടിച്ചിട്ട് അടിക്കുക, അതൊക്കെ എന്തായാലും അടിക്കാൻ വരുമ്പോൾ കറണ്ട് പോകുന്നറിയാം, കറണ്ട് പോയി കഴിഞ്ഞാൽ ആളെ കണ്ടടിക്കുക എന്നുള്ള സാധനം. അതെ അതെ. ഈ ആക്ഷൻ ബ്രോ പറഞ്ഞപ്പോ ഈ ഭീമൻ രഘു ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസിന് ശേഷം ഈ വടിയെടുത്ത് കുത്തിവെക്കുമല്ലോ, ആ വടി അത് എപ്പോഴും നമുക്ക് ആ വടി പല വടികൾ പിടിപ്പിക്കുന്നത്. പുള്ളി ആ സ്ഥലത്തുള്ള വടികളല്ലേ പുള്ളി കൂടുതൽ കുത്തിവെക്കുന്നത്. പിന്നീട് പുള്ളിയുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു, അതായത് അപകടം പറ്റിയതിനു ശേഷം പുള്ളിക്ക് പരിക്ക് പറ്റിയതിനു ശേഷം കുത്തിവെക്കുന്ന കടിയാണ് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെനിക്കൊണ്ട് അന്ന് നമ്മൾ ആദ്യം ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ഭംഗിയായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ സാർ ഞങ്ങൾ ഭംഗിയുള്ള വേണ്ട, ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണം, അതൊക്കെ ഉണ്ടാക്കി. പക്ഷെ പിന്നെ അതിനുശേഷമാണ് അപ്പോൾ ക്യാരക്ടർ അങ്ങനത്തെ ആയതുകൊണ്ടാണ് പിന്നീട് ഉപയോഗിച്ച വടി അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ ആ വടി നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരെണ്ണമല്ല, അതിന്റെ 2-3 ഉണ്ടാക്കി വേണം. ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ അടുത്ത് കൊടുക്കാൻ വേണം. അതുകൊണ്ട് അതിന്റെ 2-3 വടികളുണ്ടായിരുന്നു, അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ചാരായ
എന്തായാലും ശരിക്കും ചാരായം നമ്മൾ സിനിമയിൽ കുറെ ടെക്നിക്കുകൾ കിട്ടുന്നത്. ഇപ്പോൾ ചാരായിട്ട് കാണിക്കുന്നത് ചാരായ എപ്പോഴും കളർ ക്രിസ്റ്റൽ ക്ലിയർ ആയിക്കില്ല. അതുകൊണ്ട് നാരങ്ങയാണ് നമ്മൾ കാണിക്കുന്നത്.